ഹായ് ഹലോ വെൽക്കം ടു കെയർ ലെസൺസ്. ഇന്നൊരു സോളിഡ് വർക്ക്സ് ട്യൂട്ടോറിയലാണ്. ഒരു പാർട്ട് ഡ്രോയിങ് എങ്ങനെ സോളിഡ് വർക്ക്സിൽ വരയ്ക്കാമെന്ന് നോക്കാം. സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് കാണാം. ഈ ഒബ്ജക്റ്റ് എങ്ങനെ 3Dയിൽ സോളിഡ് വർക്ക്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഫയലിൽ ന്യൂ എടുത്ത് പാർട്ട് ഡ്രോയിങ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. താഴെ യൂണിറ്റ് MMGS ആയിട്ട് സെറ്റ് ചെയ്യുക. ടോപ്പ് ലൈൻ സെലക്ട് ചെയ്ത് സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. അതിലേക്ക് കോർണർ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. കോർണർ റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്യുന്നു, ഒറിജിനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ രണ്ട് ഡയമെൻഷൻസ് 140, 70, ഹൈറ്റ് 140, ബ്രെഡ്ത്ത് 70 എന്നിങ്ങനെ രണ്ട് ഡയമെൻഷൻസ് കൊടുത്തു. ഇപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ആയിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിൽ സെൻറ്റർ ലൈൻ ഉപയോഗിച്ചിട്ട് രണ്ട് ലൈൻസ് വരയ്ക്കാം. ഫസ്റ്റ് ലൈൻ, വെർട്ടിക്കൽ ലൈൻ, പിന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ഈ രണ്ട് ലൈൻസിനും സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് 35 അതുപോലെ 27 ഇങ്ങനെ രണ്ട് ഡയമെൻഷൻസ് കൊടുക്കാം. 35ഉം 27ഉം. ഇപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടും. ഈ പോയിന്റിൽ നമ്മൾ സർക്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ ടൂൾ എടുക്കുന്നു, അവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. 16 mm ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇനി സെൻറ്റർ ലൈൻ ഉപയോഗിച്ചിട്ട് നേരത്തെ വരച്ച റെക്റ്റാങ്കിളിൻ്റെ എക്രോസ് ആയിട്ട് ഒരു സെൻറ്റർ ലൈൻ വരച്ച് ചേർക്കുന്നു. ഈ ലൈനിനെ ബേസ് ചെയ്ത് നമ്മൾ താഴെ വരച്ച സർക്കിളിനെ മിറർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് മിറർ എൻറ്റിറ്റീസ് എന്നൊരു ടൂൾ ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആദ്യം സർക്കിൾ സെലക്ട് ചെയ്യുന്നു, പിന്നെ മിറർ എബൌട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്റർ ലൈൻ സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് സർക്കിൾസ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്കെച്ച് കംപ്ലീറ്റ് ആയി. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു, ഐസോമെട്രിക് വ്യൂവിലേക്ക് മാറ്റുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് സ്പേസ് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എക്സ്ട്രൂഡഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 15 mm കൊടുക്കുന്നു. എന്നിട്ട് ടിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അടുത്തതായിട്ട് വരയ്ക്കുന്ന സ്കെച്ച് റൈറ്റ് പ്ലെയിനിലാണ്. അതിനുവേണ്ടി റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. സ്കെച്ച് ടാബിലെ സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നോർമൽ ടു ക്ലിക്ക് ചെയ്ത് സ്ക്രീനിനെ നോർമലാക്കുന്നു. ഇനി ഓൾറെഡി നമുക്കൊരു 3D ഒബ്ജക്റ്റ് ഫസ്റ്റ് സ്കെച്ചിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3D ഒബ്ജക്റ്റിൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു എഡ്ജ് നമുക്ക് ഈ രണ്ടാമത്തെ സ്കെച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൺവേർട്ട് എൻറ്റിറ്റീസ് എന്നുള്ളൊരു ടൂളാണ് ഉപയോഗിക്കുന്നത്. ഈ കൺവേർട്ട് എൻറ്റിറ്റീസ് എന്നുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. കൺവേർട്ട് എൻറ്റിറ്റീസിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു എഡ്ജ് മാത്രം സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു ലൈന് കുറച്ചുകൂടെ ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു ലൈൻ അവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് നമ്മൾ ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് രണ്ട് ലൈൻസ് വരയ്ക്കുന്നു. ആദ്യത്തെ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 35 എന്നാണ്. 35. പിന്നെ വെർട്ടിക്കൽ ലൈനാണ്, ഹൊറിസോണ്ടൽ ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, ഈ ഒരു ലൈനിൻ്റെ എൻഡിൽ വെച്ചിട്ട് നമ്മൾ 48 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ടിക്ക് ചെയ്യുന്നു. ലൈൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. ലൈനിൻ്റെ ആദ്യം വരച്ച ലൈനിൻ്റെ എൻഡിൽ നിന്ന് സർക്കിളിൻ്റെ മുകളിലേക്ക് ടാൻജൻ്റ് ആയിട്ട് ഒരു ടാൻജൻ്റ് ചിഹ്നം കാണിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ജോമെട്രിക്കൽ റിലേഷൻ ആയിട്ടുള്ള ടാൻജൻ്റ് കാണിക്കുന്നുണ്ടാവും. ആ ചിഹ്നം കാണിക്കുമ്പോൾ മാത്രം അത് അവിടെ കണക്ട് ചെയ്ത് വരച്ചു. അതിനുശേഷം ട്രിം എൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ട് സർക്കിളിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുന്നു. ഇപ്പോൾ ഒരു ഡയമെൻഷൻ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വരച്ച 24 എന്നുള്ളൊരു ഡയമെൻഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന 24ൻ്റെ ലൈന് നോർമൽ ലൈനിൽ നിന്ന് കൺസ്ട്രക്ഷൻ ലൈനിലേക്ക് മാറ്റുന്നു. ടിക്ക് ചെയ്തു. നമ്മുടെ രണ്ടാമത്തെ സ്കെച്ച് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കെച്ച് എക്സിറ്റ് ചെയ്യുന്നു. വ്യൂ എന്നുള്ളത് ഐസോമെട്രിക് വ്യൂവിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് സ്പേസ് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്ത് ഇപ്പോൾ വരയ്ക്കുന്ന സ്കെച്ചിൻ്റെ ഹൈറ്റ്, എക്സ്ട്രൂഡഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 50 എന്നുള്ള വാല്യൂവിലേക്ക് കൊടുക്കുന്നു. 15 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു.
ഓക്കെ, ഇപ്പോൾ ഈ ഡ്രോയിങ്ങിൻ്റെ രണ്ടാമത്തെ സ്കെച്ചിൻ്റെ 3Dയും അല്ലെങ്കിൽ 3D ഫീച്ചറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്കെച്ച് വരയ്ക്കുന്നത് ഈ സർഫസിലാണ്. ആ സർഫസ് സെലക്ട് ചെയ്തു, അതിനുശേഷം നോർമലൈസ് ചെയ്തു, സർക്കിൾ ടൂൾ എടുക്കുന്നു, പതിയെ നേരത്തെ വരച്ച സർക്കുലർ സൈഡിൻ്റെ അതിലൂടെ മൗസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ കാണിക്കും. ആ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആദ്യത്തെ സർക്കിൾ 48ൻ്റെ സർക്കിൾ, അതേപോലെ രണ്ടാമത്തെ സർക്കിൾ എന്ന് പറയുന്നത് 24ൻ്റെ സർക്കിൾ. ഈ രണ്ട് സർക്കിൾസ് വരച്ചു. സ്കെച്ച് കംപ്ലീറ്റ് ആയി. സ്കെച്ച് എക്സിറ്റ് ചെയ്യുക, അതിനുശേഷം ഐസോമെട്രിക് വ്യൂവിലേക്ക് മാറ്റുക. വീണ്ടും ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് ബേസ് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്യുക. എക്സ്ട്രൂഡഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 20 mm ആണ്. 20 mm എന്നുള്ള വാല്യൂ കൊടുത്ത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ സാധിക്കും. 3 സ്കെച്ചസ് ആണ് ഈ ഡ്രോയിങ്ങിലുള്ളത്. 3 സ്കെച്ച് കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു.